പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ അഗസ്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നമ്മളോട് വന്ന് പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? താൻ സജീവ രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്നാണ് AICC അംഗമായ അഗസ്തി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇഷ്ടനൊരു ചെറിയ മനംമാറ്റം അഗസ്തിക്ക്. പാർട്ടി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അഗസ്തി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇടുക്കി മണ്ഡലമാണ് കേട്ടോ ലക്ഷ്യം. കോൺഗ്രസ് ഇടുക്കി ഏറ്റെടുത്താൽ മത്സരിക്കാനുള്ള സന്നദ്ധത അഗസ്തി നേതൃത്വത്തെ അറിയിച്ചതായി സൂചന. രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതെന്നും അഗസ്തി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരും. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അഗസ്തിയാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് താങ്കൾ സമൂഹ മാധ്യമത്തിൽ ഒരു കാര്യം പങ്കുവച്ചത്, വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളത്. എന്താണ് അങ്ങനെ ഒരു വീണ്ടും ഒരു തീരുമാനം പുനരാലോചിക്കാനുള്ള കാര്യം? അങ്ങനെയല്ല, ഞാൻ 50 വർഷമായി രാഷ്ട്രീയത്തിലുണ്ട്. നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിന്നാലോ എന്നൊരാലോചന ഉണ്ടായി. അത് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് തന്നെ എൻ്റെ നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരും അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്, തീരുമാനത്തിൽ പിന്മാറണം ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് ചെല്ലണമെന്നും കാണണമെന്നും സംസാരിക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ചെന്നു, കണ്ടു. അദ്ദേഹം എന്നോട് നിർബന്ധമായി പറഞ്ഞു കൂടുതൽ സജീവമാകണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയെ മാനിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കാൻ പോകുന്നു എന്ന ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് വന്നില്ലെങ്കിൽ കൂടി അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ആരും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പ്രതികരിക്കാനുമാവില്ല. പാർട്ടി അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും? അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ മത്സരിക്കും. പറഞ്ഞാൽ മാത്രം. ഇടുക്കിയിലും മത്സരിക്കാൻ തയ്യാറായിക്കോളാൻ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിയോട് തയ്യാറാകാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, UDF മത്സരിക്കാൻ സജ്ജമാകണമെന്ന് മാത്രമേ KPC പറഞ്ഞിട്ടുള്ളൂ. ഒരു സംശയം വേണ്ട, ഇവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും. കോൺഗ്രസിന് വളരെ അനുകൂലമായ സാഹചര്യമാണ് ആ നിയോജകമണ്ഡലത്തിലുള്ളത്. തീർച്ചയായിട്ടും വീണ്ടും പൊതുരംഗത്തേക്ക് സജീവമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെയായിരുന്നു വേദിയിൽ നിന്നും സദസ്സിലേക്ക് മാറുന്നു എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത്. അതിപ്പോൾ വീണ്ടും കൂടുതൽ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്ന കാര്യം കൂടിയാണ് അഗസ്തി പറയുന്നത്. അതുകൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ഒരുക്കങ്ങളിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കടക്കുകയുമാണ്. സുരേഷ് റിപ്പോർട്ടർ. രാഹുൽ, താങ്ക് യു. അപ്പോൾ അഗസ്തി ചേട്ടൻ തിരിച്ചു വരും സജീവമായി. അല്ലെങ്കിൽ തന്നെ അഗസ്തിയെ പോലെയുള്ള നേതാക്കളൊന്നും സജീവ രാഷ്ട്രീയത്തിൽ റിട്ടയറിയതായിട്ടില്ല, അത്രയൊന്നും പ്രായമായിട്ടില്ല. മനുഷ്യന് സംസാരിക്കാൻ കഴിയുമ്പോൾ, ചിന്ത കൊണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയമുള്ളപ്പോൾ, സഞ്ചരിക്കാൻ പറ്റുന്ന കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കരുത്. മുതിർന്ന നേതാക്കൾ, സീസൺഡായ രാഷ്ട്രീയ നേതാക്കളെ നമ്മുടെ നാടിന് ആവശ്യമുണ്ടെന്നേ. അപ്പോൾ എന്തായാലും അഗസ്തി രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്നു എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ചു പോകുന്നു എന്ന് പറയുന്നതല്ല ഒരു പോരാളിയുടെ ലക്ഷണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ്.